ഹായ് ഗൈസ്, ഇത് മൈഗ്രേഷൻ ന്യൂസാണ്. ഓക്കെ, ഇത് നമ്മുടെ സൈറ്റ് അതിൻ്റെ ബാലൻസ് വീഡിയോസാണ് കേട്ടോ. നമുക്ക് സ്റ്റെയറാണ് ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റെയർ ചൈന സ്റ്റെപ്സ് മോഡലാണ് ആക്ച്വലി സ്റ്റെയർ വരുന്നത്. അത് സ്റ്റെയർ വന്നിട്ട് അതിൻ്റെ വീതി വന്നിട്ട് ആക്ച്വലി 70 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ആ മേലത്തെ ലാൻഡിങ് ഇല്ലേ, ആ കരണ്ടി കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ലാൻഡിങ്ങാണ്. ആ ഏരിയ വരെ 150 ആക്ച്വലി ഉള്ളത്, ഇൻക്ലൂഡിങ് ലാൻഡിങ് അടക്കം. സോ ആ ടോപ്പിലെ ലാൻഡിങ് ടു, അതായത് ആ പേഴ്സൺ കരണ്ടി കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നിന്ന് മുതൽ ആ ടോപ്പിലെ ആ ഒരു പേഴ്സൺ നിൽക്കണമല്ലോ, ആ ലാൻഡിങ് വരെ 100, അതായത് 1 മീറ്ററാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾ സ്റ്റീലിൻ്റെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ നിങ്ങൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അത് മേലേക്ക് പോകാനുള്ളതാണ്. അത് അഡീഷണൽ നമ്മളിപ്പോൾ ആക്ച്വലി പില്ലറിൻ്റെ ഇതിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് ആക്ച്വലി ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു 9 ഫീറ്റാണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ആണ് മെയിൻ സ്ലാബ്. ഇന്നറുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി 10 ഫീറ്റാണ് വേണ്ടത്, ബട്ട് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രകാരം നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ആക്ച്വലി പോർച്ചാണ് വരുന്നത്, കാറിൻ്റെ പോർച്ചാണ് വരുന്നത്. സോ അപ്പോൾ ഒരു റാമ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ കാറ് ഒരുപാട് ആ റാമ്പിലൂടെ അങ്ങനെ ഒരുപാട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കയറണമെന്നുള്ള ബേസിൽ, വളരെ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് കയറാമെന്നുള്ള ബേസിലാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു 9 ഫീറ്റ് ഓൾമോസ്റ്റ് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സിമെൻറ്റ് ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ചെട്ടിനാടാണ്. ക്ലയൻറ്റ് തന്നെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസിനെല്ലാം എടുക്കുന്നത്. സോ ക്ലയൻറ്റിൻ്റെ താല്പര്യമായിരുന്നു ആക്ച്വലി ചെട്ടിനാട്. പലതട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ആഗ്നിയാണ് കേട്ടോ, സ്റ്റീൽ നമ്പർ 1 ആഗ്നിയാണ്, AC ബ്രാൻഡോടുകൂടി. ഓക്കെ, പിന്നെ മടക്ക സ്റ്റെപ്പാണ് കുറച്ചും കൂടി കംഫർട്ടബിള്. കുറച്ചും കൂടി ലേബർ കൂടുതലാണെന്നുള്ള ബേസിലാണ് ഇപ്പോൾ നമ്മൾ ചൈന സ്റ്റെപ്പിലേക്ക് പോയിരിക്കുന്നത്. ടോട്ടൽ ഇത് 3 ഫ്ലോറാണ് വരുന്നത്. അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് ആക്ച്വലി ഇത്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു പ്രോഗ്രസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആ ലാൻഡിങ്ങിൻ്റെ അവിടെ നിന്ന് സ്റ്റീലിൻ്റെ ഒരു പോർഷൻ പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിലൊരു പേഴ്സൺ നിൽക്കുന്നുണ്ടല്ലോ, അവിടെയും സ്റ്റീലിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. സോ ഇത് രണ്ടും പില്ലർ വാർത്തിട്ട് നമ്മൾ നോർമലി പില്ലർ ഇപ്പുറത്ത് ഈ സൈഡിൽ നിൽക്കുന്ന പില്ലർ കാണിക്കും. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് കാണിക്കുന്നില്ലേ, കൈ കൊണ്ട് കാണുന്നില്ല, കൈ കൊണ്ട് കാണുന്നില്ല, ആ പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് വരണം. അപ്പോൾ അത് അഡീഷണലായിട്ട് നമ്മളിപ്പോൾ പൊക്കി നാളെ തന്നെ വന്ന് സൈഡ് റീഷട്ടർ ചെയ്തിട്ട് നാളെ തന്നെ ഒന്ന് അടിച്ച് അത് നാളെ കോൺക്രീറ്റ് ആയിരിക്കും. അതും ആ ടോപ്പിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.